ഓക്കെ. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾ എന്ന് പറയുന്നതാണ്. അതായത് രണ്ട് ആംഗിൾ എയും ബിയും തമ്മിലുണ്ട്, അത് തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള റിലേഷനാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞത് സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഏതാണ് പോസിറ്റീവ് ആംഗിളും നെഗറ്റീവ് ആംഗിളും വെച്ച് കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ അല്ലേ? ഇതാണ് എക്സ് എങ്കിൽ ഇതാണ് മൈനസ് എക്സ്. നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റിന്റെ പോയിന്റ് എ കോമ ബി എന്നാണെങ്കിൽ ഇവിടുത്തെ പോയിന്റിന്റെ കോർഡിനേറ്റ് എത്ര വരും? എ കോമ മൈനസ് ബി. അപ്പം നമുക്കറിയാം എന്തായിരിക്കും രണ്ട് കേസിലും എ എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും എന്ത് വരുന്നത്? കോസ് എക്സ് വരുന്നത്. ബി എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും എന്ത് വരുന്നത്? സൈൻ എക്സ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം എന്തായിരിക്കും? ജസ്റ്റ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എഴുതാവുന്ന എന്താണ്? കോസ് എക്സ് ഈക്വൽ ടു കോസ് മൈനസ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. അടുത്ത എന്താണ്? സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. സൈൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ബി ആണ്. അതുകൊണ്ടാണ് സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സും കോസ് മൈനസ് എക്സ് എന്തായിരിക്കുന്നതും? കോസ് എക്സ് ആയിരിക്കുന്നത്. അടുത്ത ഫോർമുല കോസ് എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. എങ്ങനെയാണ് ആ ഒരു ഫോർമുല പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ആദ്യമേ കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദി ഒറിജിൻ. എന്താണ് യൂണിറ്റ് സർക്കിൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. സെന്റർ ഒറിജിനും റേഡിയസ് ഉള്ള സർക്കിളാണ് യൂണിറ്റ് സർക്കിൾ. എക്സ് ബി ആൻ ആംഗിൾ P4O1. ഏതായിരിക്കും? P4. ഇതാണ് ആംഗിൾ P4O1. അതാണ് ഇതെന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, ഇതാണ് അതിനുള്ളിൽ ഏതെന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ആംഗിൾ. ഈ റെഡ് വെറ്റ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇടയ്ക്കുള്ള ആംഗിളാണ് എക്സ്. എക്സ് ബി ആൻ ആംഗിൾ P4OP1. വൈ എന്ന് പറയുന്നത് ഏതായിരിക്കും? വൈ ബി ആൻ ആംഗിൾ P1OP2. ഓക്കെ, വൈ എന്ന് പറയുന്നത് എന്താണ്? P1OP2. ശ്രദ്ധിക്കുക, ഇതാണ് P1, ഇതാണ് O, ഇതാണ് എന്തെന്ന് പറയുന്നത് P2. അതിനിടയ്ക്കുള്ള കളർ കോഡ് ശ്രദ്ധിക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നത്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? അപ്പോൾ ടോട്ടൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് P4OP2. ഓക്കെ, ആ ഒരു ടോട്ടൽ ആംഗിൾ ഇത്ര ആംഗിളും കൂടെ ചേരുന്നതായിരിക്കും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എൻഡ് ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് P4OP2. മൈനസ് വൈ എന്ന് പറയുന്നത് ഏതായിരിക്കും? മൈനസ് വൈ P4OP3. ഇതായിരിക്കും, ഈ ആംഗിളാണ് മൈനസ് വൈ എന്ന് പറയുന്നത്. ഈ ആംഗിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത് മൈനസ് വൈ. ഇത്രയും വരുന്ന ആംഗിളാണ് എന്തെന്ന് പറയുന്നത് മൈനസ് വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? P1 എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താണ്? കോസ് എക്സ് സൈൻ എക്സ്. P2ന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? അവിടുത്തെ ആംഗിൾ നോക്കുക. നമുക്കൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഐഡിയ വെച്ചിട്ട് ഏതൊരു പോയിന്റിന്റെയും ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, അതിന്റെ കോർഡിനേറ്റ് എ കോമ ബി ആണെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന ആംഗിള് അതിങ്ങനെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ, ഓക്കെ ഞാനിവിടെ എത്രയാണ് എക്സ് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, ലെറ്റ്സ് എ പി ഡിഗ്രി ആണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് പി. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ പി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? P2 എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കോസ് എക്സ് പ്ലസ് വൈ. ഇത് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ P2ന്റെ കോർഡിനേറ്റ് കോസ് എക്സ് പ്ലസ് വൈ. അതിന്റെ ആംഗിൾ എക്സ് പ്ലസ് വൈ ആണ്. P2 കോസ് എക്സ് പ്ലസ് വൈ എന്നും y കോർഡിനേറ്റ് സൈൻ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അതുപോലെ P3യുടെ കോർഡിനേറ്റ് എന്താണ്? P3 എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് ഇത് മൈനസ് വൈ ആണ്. അതുകൊണ്ട് കോസ് മൈനസ് വൈ സൈൻ മൈനസ് വൈ. P4 എന്ന് പറയുന്നത് എന്താണ്? 1,0 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയുന്നതിന് വേണ്ടി പറ്റും. കൺസിഡർ ട്രയാങ്കിൾ P1OP3 ഏതായിരിക്കും? നമ്മൾ അതിനുള്ളിൽ പല ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. P1OP3 എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇതാണ് P1, ഇതാണ് O,
ഈ ഒരു പോയിന്റാണ് P3. സോ P1O P3 ഈ കാണുന്ന ട്രയാങ്കിൾ ആണ് P1O P3. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ ശ്രദ്ധിക്കുക, ആദ്യമേ പറഞ്ഞിരിക്കുന്ന ഓരോ ട്രയാങ്കിളും കളർ കോഡിംഗ് ആയിട്ടുള്ള നോക്കുക. കൺസിഡർ ട്രയാങ്കിൾ ഏതായിരിക്കും? P1O P3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതായിരിക്കും P1, ഇതായിരിക്കും O, അടുത്ത ഏതായിരിക്കും? P3. P1O P3 എന്ന് പറയുന്ന ട്രയാങ്കിളാണ് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടത്. ഇതാണ് P1O P3 എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാണ്? P2O P4. അടുത്ത ട്രയാങ്കിൾ ഏതായിരിക്കും? P2. അടുത്തത് O. നെക്സ്റ്റ് വൺ ഏതായിരിക്കും? P4. രണ്ട് ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, നൗ എന്തുകൊണ്ടായിരിക്കും ഇത് രണ്ടും കൂടെ എന്താണ്? കോൺഗ്രുവൻ്റ് ആണ്. ഈ രണ്ട് ട്രയാങ്കിളും എന്തുകൊണ്ടാണ് കോൺഗ്രുവൻ്റ്? എന്തുകൊണ്ടാണ് ഇത് കോൺഗ്രുവൻ്റ് ആയിരിക്കുന്നത്? നോക്കുക, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. നോക്കുക, ഇത് റേഡിയസ്, ഇത് റേഡിയസ്. ഈ രണ്ട് എഡ്ജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. അതായത് ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, അതുപോലെ ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പം റേഡിയസ് സെയിം ആയിരിക്കുന്നതുകൊണ്ട് അതിനെന്തായിരിക്കും? അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കിത് എന്തായിരിക്കുന്നത്? ഈ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കുന്നത്? കോൺഗ്രുവൻ്റ് ആയിരിക്കുന്നത്. അപ്പം നമ്മൾ ആംഗിൾ നോക്കേണ്ട, ഈ റേഡിയസ് സെയിം ആണെങ്കിൽ റേഡിയസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഇത് റേഡിയസ് ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അപ്പം ഈ ബ്ലൂ ട്രയാങ്കിളും യെല്ലോ ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണ്. ഓക്കെ, അടുത്ത P1 P3 സ്ക്വയർ. ഈ കാണുന്ന പോയിന്റ് ആണ് എന്ത്? P1. ഈ കാണുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? P3. ഓക്കെ, P1 P3 സ്ക്വയർ എന്നുള്ള ഞാൻ എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുലയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എന്താണ്? P1ൻ്റെ കോർഡിനേറ്റ് പറയാം, P3യുടെ കോർഡിനേറ്റ് പറയാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല. ഇതിവിടെ x1, y1, ഇത് x3, y3 എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 മൈനസ് x3 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y3 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. x1ന് കറസ്പോണ്ടിങ് കോസ് എക്സ് വരും, ഇതിന് കറസ്പോണ്ടിങ് മൈനസ് കോസ് വൈ കൊണ്ടാണ് കോസ് എക്സ് മൈനസ് കോസ് ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഹോൾ സ്ക്വയർ വന്നിരിക്കുന്നത്. അതിൻ്റെ കോസ് എക്സ് മൈനസ് കോസ് വൈ, കാരണം കോസ് മൈനസ് വൈ എന്താണ്? കോസ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് മൈനസ് വൈ എന്ന് പറയുന്നത് കോസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിക്കലാണ്. അതുപോലെ തന്നെ സൈൻ മൈനസ് വൈ എന്ന് പറയുന്നത് സൈൻ വൈ എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലാണ്. അപ്പോൾ കോസ് എക്സ് മൈനസ് കോസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. കോസ് എക്സ് മൈനസ് കോസ് വൈ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോസ് സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ വൈ മൈനസ് 2 കോസ് എക്സ് കോസ് വൈ എന്ന് കിട്ടും. അതുപോലെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ വൈ 2 സൈൻ എക്സ് സൈൻ വൈ. അത് ജസ്റ്റ് ബേസിക് എ പ്ലസ് ബി അല്ലെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എന്താണ്? എക്സ്പാൻഷൻ. നമുക്കറിയാം ബേസിക് ആയിട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക. സിമിലർലി എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അടുത്തത് പാറ്റേൺ നോക്കുക. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? ഈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഈ ഒരു പാറ്റേൺ ഉള്ളത്, ഈ കോസ് സ്ക്വയർ എക്സും ഈ സൈൻ സ്ക്വയർ എക്സും കൂടെ ചേർന്ന് എത്ര കിട്ടും? 1 കിട്ടും. അതുപോലെ തന്നെ എന്താണ്? ഈ കോസ് സ്ക്വയർ വൈയും ഈ സൈൻ സ്ക്വയർ വൈയും കൂടെ ചേർന്ന് നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. കാരണം നമുക്കറിയാം എന്താണ്? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അങ്ങനെയാണ് ഇത് 2. പിന്നെ കോമൺ ആയിട്ടുള്ള 2 വെളിയിലെടുക്കുക. 2 ടൈംസ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്നുള്ളൊരു എക്സ്പാൻഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇനി നമ്മൾ P2 P4 സ്ക്വയർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, ഏതാണ് P2? ഇതാണ് P2. അടുത്ത ഏതാണ്? P4. ഇതാണ് P4. അപ്പോൾ P2ൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x2 y2, ഇത് ഏതായിരിക്കും? x3 y3. ഡിസ്റ്റൻസ് ഫോർമുല വീണ്ടും അപ്ലൈ ചെയ്യുക.
ബേസിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന x2 മൈനസ് x4 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y4 ഹോൾ സ്ക്വയർ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് x2ൻ്റെ വാല്യൂ എത്ര കിട്ടും? ഓക്കെ, x2 മൈനസ് x4 അല്ലെങ്കിൽ നേരെ തിരിച്ച്, അവരിവിടെ നേരെ തിരിച്ചെന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫോർമുല ഇട്ടിരിക്കുന്നത്. അതർ വേറോ x4 മൈനസ് x2 y4 മൈനസ് y2 അതിന് കറസ്പോണ്ടിങ് 1 മൈനസ് കോസ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ 0 മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ നമുക്ക് എന്ത് എക്സ്പാൻഡ് ചെയ്യാം. 1 സ്ക്വയർ മൈനസ് 2 കോസ് എക്സ് പ്ലസ് വൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ. ഈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 കിട്ടും. അതിന് കറസ്പോണ്ടിങ് 2 മൈനസ് 2 കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഒരു ടേം കിട്ടും. ഓക്കെ, അടുത്ത P1 P3 എന്ന് പറയുന്നത് എന്താണ്? P2 P4 എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക. P1 P3 എന്ന് പറയുന്നത് ഏതാണ്? P1 P3 എന്ന് പറയുന്നത് എന്താണ്? P2 P4 ഏതായിരിക്കും? P2 P4 എന്തുകൊണ്ടാണ്? P1 P3 എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിൾസ് ആർ എന്തുകൊണ്ട്? സിൻസ് ട്രയാങ്കിൾസ് ആർ കോൺഗ്രുഗന്റ്. ട്രയാങ്കിൾ രണ്ടും എന്തായതുകൊണ്ട്? കോൺഗ്രുഗന്റ് ആയതുകൊണ്ട്. അപ്പം അതിപ്പോൾ ഞാൻ കളറായിട്ട് കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ബ്ലൂവിനുള്ളിൽ, അതായത് P1 P3 എന്ന് പറയുന്നത് ഏതായിട്ട് കാണിക്കുക? P1 P3 എന്നുള്ളത് ഞാൻ യെല്ലോ കളറിൽ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുകയാണെങ്കിൽ ഇതായിരിക്കും P1 P3. P2 P4 എന്ന് പറയുന്നത് ഏതായിരിക്കും? അതും ഗ്രീൻ കളറിൽ P2 P4. അത് രണ്ടും എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. സിൻസ് ട്രയാങ്കിൾ രണ്ടും ഏതുകൊണ്ടാണ്? കോൺഗ്രുഗൻ. ഏതിലൊക്കെയാണ്? P1O ഏതൊക്കെ ട്രയാങ്കിൾ ആണ്? P1O P3 നമ്മൾ നേരത്തെ പറഞ്ഞാണ്. പിന്നെ അടുത്ത ഏതായിരിക്കും? P4O P3. രണ്ടും കൂടെ കോൺഗ്രുഗന്റ്. അപ്പോൾ നമുക്ക് രണ്ടും സെയിം ആണ്. അതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. തൊട്ട് പേജ് കണ്ട എക്സ്പ്രഷൻ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. 2ഉം മൈനസ് 2ഉം കൂടെ ക്യാൻസൽ ആവും. ഇവഞ്ചലി കോസ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്നുള്ളൊരു ലെങ്തി ആയിട്ടുള്ള എക്സ്പ്രഷൻ നമുക്ക്. അടുത്തത് കോസ് എക്സ് മൈനസ് വൈ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലെ ഫോർമുലയാണ്. എന്തായിരിക്കും? കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. എന്തുകൊണ്ടാണ്? റീപ്ലേസിങ് വൈ ബൈ മൈനസ് വൈ ഇൻ ഐഡന്റിറ്റി 3. അപ്പോൾ കോസ് എക്സ് പ്ലസ് മൈനസ് വൈ എന്ന് വരും. കോസ് എക്സ് കോസ് വൈ സൈൻ എക്സ് മൈനസ് സൈൻ വൈ വരും. എന്താണ് മൈനസ് സൈൻ വൈ? സൈൻ മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ വൈ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്യും? പ്ലസ് ആകും. അതുപോലെ തന്നെ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? സൈൻ എക്സ്. എന്തുകൊണ്ടാണ്? എക്സിന് പകരം പൈ ബൈ 2 എന്ന് കൊടുക്കുക, വൈക്ക് പകരം എക്സ് എന്നും കൊടുക്കുക. എന്നിട്ട് ഐഡന്റിറ്റി 4ലോട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോസ് പൈ ബൈ 2 കോസ് എക്സ് സൈൻ പൈ ബൈ 2 സൈൻ എക്സ്. കോസ് പൈ ബൈ 2 നമുക്കറിയാം എത്രയാണ്? 1. സൈൻ പൈ കോസ് പൈ ബൈ 2 0 സൈൻ പൈ ബൈ 2 1. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും? സൈൻ എക്സ് കിട്ടും. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. എന്തായിരിക്കും? ഐഡന്റിറ്റി 5ൽ നമ്മൾ എന്ത് ചെയ്യുക? സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്തായിരിക്കും? അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ കോസ് എന്തായിരിക്കും? പൈ ബൈ 2 മൈനസ് എക്സിന്റെ സ്ഥാനത്ത് എന്തെന്ന് ഇട്ട് കൊടുക്കുക? പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഐഡന്റിറ്റി 5 ഉപയോഗിച്ചിട്ടാണ്. കാരണം ഐഡന്റിറ്റി 5ൽ എന്താണ് പറയുന്നത്? ഐഡന്റിറ്റി 5ൽ ഓൾറെഡി പ്രൂവ് ചെയ്ത ഐഡന്റിറ്റി 5 ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യുന്നത്. കാരണം ഐഡന്റിറ്റി 5 ഉപയോഗിച്ച് കോസ് പൈ ബൈ 2 മൈനസ് സംതിങ് എന്ന് പറഞ്ഞാൽ സൈൻ സംതിങ് ആണ്. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നതാണ് കോസ് എക്സ്. എങ്ങനെയാണ്? സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് പൈ ബൈ 2 മൈനസ് സംതിങ്. അപ്പോൾ ആ സംതിങ്ങിന്റെ സ്ഥാനത്ത് എന്ത് പറയണം? പൈ ബൈ 2 മൈനസ് എക്സ് എന്നുള്ളൊരു വാല്യൂ വരണം. ഈ ഒരു പാറ്റേൺ നോക്കുക. ഈ എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ 2 മൈനസ് എക്സ് വരണം. കോസ് പൈ ബൈ 2 മൈനസ് സംതിങ് എന്ന് പറഞ്ഞാൽ സൈൻ സംതിങ്. ഇനി പൈ ബൈ 2 പൈ ബൈ 2 കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ഇവഞ്ചലി മൈനസും മൈനസും കൂടെ ക്യാൻസൽ ചെയ്യും. നമുക്ക് എത്ര കിട്ടും? കോസ് എക്സ് കിട്ടും. ഓക്കെ,
സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്ര വരും? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അതെങ്ങനെയായിരിക്കും? സൈൻ എക്സ് പ്ലസ് വൈക്ക് വരും കോസ് പൈ ബൈ 2 മൈനസ് സംതിങ് എന്ന് എഴുതാം. 5 ഉപയോഗിച്ച് തന്നെ കറക്റ്റ് അല്ലേ? എന്തായിരിക്കും നോക്കുക, സൈൻ സംതിങ്ങിന് പകരം കോസ് പൈ ബൈ 2 മൈനസ് സംതിങ് എന്നുള്ളത് എഴുതുക. അതാ നമുക്ക് ഈ എക്സ് പ്ലസ് വൈ എന്നുള്ളതാണ് ഈ എക്സ് പ്ലസ് വൈ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്ത കോസ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈക്ക് വരും. ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എനിക്ക് എഴുതാം. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. എന്താണ്? കോസ് പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. ബ്രാക്കറ്റിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇനി കോസ് എ മൈനസ് ബിയുടെ എന്ത് ചെയ്യുക? ഫോർമുല അപ്ലൈ ചെയ്യുക. ഓക്കെ, കോസ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല എന്താണ്? കോസ് എക്സ് കോസ് വൈ പ്ലസ്, കാരണം മൈനസ് വരുന്നുണ്ട് പ്ലസ് വരും, സൈൻ എക്സ് സൈൻ വൈ. പാറ്റേൺ നോക്കുക. എന്താണ്? കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വരുന്നുണ്ട്, മിഡിലെ സൈൻ പ്ലസ് ആകും. ആദ്യത്തെ രണ്ടും കോസ് ആയിരിക്കും. കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. അതിന് കറസ്പോണ്ടിങ് ഇത് ആദ്യത്തെ വാല്യൂം ഇത് രണ്ടാമത്തെ വാല്യൂ ആയിട്ട് എന്ത് എടുക്കുക? സോ കോസ് ദാറ്റ് വാല്യൂ ഫസ്റ്റ് വാല്യൂ പ്ലസ് കോസ് സെക്കൻഡ് വാല്യൂ പ്ലസ് എന്തായിരിക്കും? സൈൻ ഫസ്റ്റ് വാല്യൂ സൈൻ സെക്കൻഡ് വാല്യൂ. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് സൈൻ എക്സ് ആണ്, സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ നോക്കുക, സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് കോസ് വൈ. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് തന്നെ വരും. കോസ് എക്സ് സൈൻ വൈ. കോസ് എക്സ് മൈനസ് ഉള്ളപ്പോൾ ഇവിടെ നടുക്കത്തെ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഇനി ഈ ഫൈനൽ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. ഓക്കെ, സൈൻ എക്സ് മൈനസ് വൈ, സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ നോക്കുക, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടുത്തെ സൈൻ മൈനസ്. കോസ് എക്സ് ആണെങ്കിൽ സൈൻ ഫ്ലിപ്പ് ആകും, സൈൻ ആണെങ്കിൽ ഉള്ളിലെ സൈൻ തന്നെ ആയിരിക്കും ഉള്ളിൽ വരുന്നത്. റീപ്ലേസിങ് ബൈ വൈ മൈനസ് വൈ ഇൻ ഐഡന്റിറ്റി 7, പഴയ പോലത്തെ തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, അടുത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് കോസ് എക്സ് കോസ് പൈ മൈനസ് എക്സ് മൈനസ് കോസ് എക്സ്. പഴയ പോലെ തന്നെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ്. ഇവിടുത്തെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക. ASTC റൂൾ നോക്കുക. കാര്യം ഇത്രയേ ഉള്ളൂ, പൈ ബൈ 2 ആണെങ്കിൽ എന്താണ്? പൈ ബൈ 2-ലാണെങ്കിൽ കോസ് എന്നുള്ളത് സൈനായി മാറും, സൈൻ എന്നുള്ളത് കോസായി മാറും. നേരെ മറിച്ച് പൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, നേരെ മറിച്ച് പൈ ആണെങ്കിൽ കോസ് എന്നുള്ളത് കോസായിട്ട് തന്നെ നിൽക്കും, സൈൻ എന്നുള്ളത് സൈനായിട്ട് തന്നെ നിൽക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത് പൈ ബൈ 2 പ്ലസ് എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ എക്സ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനിന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് അത് എന്തായിരിക്കുന്നത്? കോസ് എക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നേരെ മറിച്ച് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ആയിരുന്നെന്ന് വിചാരിച്ചോ, നമുക്ക് എന്ത് എഴുതാം? കോസ് ഓക്കെ പൈ ബൈ 2 ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? കോസ് എന്നുള്ളത് എന്തായിട്ട് മാറും? സൈൻ ആയിട്ട് മാറും. ഫസ്റ്റ് ക്വാഡ്രന്റിലെ കോസിന്റെ സൈൻ എന്താണ്? എല്ലാം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് എന്തായി? സൈൻ എക്സ് ആയി. ഓക്കെ, നേരെ മറിച്ച് സൈൻ പൈ ബൈ 2 മൈനസ് ആണെങ്കിലും അതുപോലെ തന്നെ. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്, സൈൻ ആയതുകൊണ്ട് കോസ് ആകും. പാറ്റേൺ നോക്ക് എന്തുകൊണ്ടാണ്? സൈൻ ആയതുകൊണ്ട് പൈ ബൈ 2 കൂടെ ആയതുകൊണ്ട് സൈൻ എന്നുള്ള കോസ് ആയിട്ട് ഫ്ലിപ്പ് ആകണം. അടുത്തത് പൈ ബൈ 2 മൈനസ് എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് കോസ് എക്സ് തന്നെ എഴുതാം. ഇനി കോസ് പൈ പ്ലസ് എക്സ് ആണെങ്കിലോ, അതിന് പകരം നമ്മൾ മൈനസ് സൈൻ എക്സ് എന്ന് എഴുതും. എന്തുകൊണ്ടാണ് ആ ഒരു പാറ്റേൺ? കോസ് പൈ ആയതുകൊണ്ട് കോസ് എന്നുള്ള എന്താകും? സോറി, എററുണ്ട്. കാരണം കോസ് എന്നുള്ളത് റിമെയിൻ സെയിം ആകും. അതായത് പൈ ആയതുകൊണ്ട് കോസ് എന്നുള്ളത് കോസ് ആയിട്ട് തന്നെ നിൽക്കും. തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. നേരെ മറിച്ച് സൈന് പൈ പ്ലസ് എക്സ് സൈൻ എക്സ് വീണ്ടും മൈനസ് വരും. എന്തുകൊണ്ടാണ്? പൈ ആയതുകൊണ്ട് സൈൻ എന്നുള്ളത് സൈനായിട്ട് തന്നെ നിൽക്കും. തേർഡ് ക്വാഡ്രന്റിൽ പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിലാണ്, സൈൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ എക്സ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ഫോർമുല കോസ് പൈ പ്ലസ് എക്സ് മൈനസ് കോസ് എക്സ് സൈൻ പൈ പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഇനി വീണ്ടും നോക്കുക ASTC
കോസ് 2π 2π ആയതുകൊണ്ട് കോസ് തന്നെയായിട്ട് വരും. തേർഡ് ക്വാഡ്രന്റിൽ കോസ് എന്താണ് പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. സൈൻ 2π മൈനസ് എക്സ് 2π ആയതുകൊണ്ട് സൈനായിട്ട് തന്നെ നിൽക്കും. ഇനി നോക്കുക, ഫോർത്ത് ക്വാഡ്രന്റിലോട്ടാണ് എത്തുന്നത് 2π മൈനസ് എക്സ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈനിൻ്റെ സൈൻ എന്താണ് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എഴുതാവുന്നതാണ്. സൈൻ 3π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? കോസ് എക്സ്, പക്ഷേ നെഗറ്റീവ്. എന്തുകൊണ്ടാണ്? സൈൻ ആണ് 3π/2 ആയതുകൊണ്ട് സൈൻ എന്നുള്ളത് എന്താകും? കോസ് ആകും. 3π/2 പ്ലസ് എക്സ് എവിടെ എത്തും? ഫോർത്ത് ക്വാഡ്രന്റിൽ എത്തും. ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കോസ് 3π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? നെഗറ്റീവ് സൈൻ എക്സ്. നെഗറ്റീവിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? 3π/2 ആയതുകൊണ്ട് കോസ് എന്നുള്ളത് സൈൻ ആകും. 3π/2 പ്ലസ് എക്സ് ഫോർത്ത് ക്വാഡ്രന്റിൽ എത്തുന്നു. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് എന്താണ്? പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇത് എന്താകും? പോസിറ്റീവ് ആകും. സിമിലർലി സൈൻ 3π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് നെഗറ്റീവ് വരും. എന്തുകൊണ്ടാണ്? 3π/2 ആയതുകൊണ്ട് സൈൻ എന്നുള്ളത് കോസ് ആകും. 3π/2 മൈനസ് എക്സ് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇത് എന്തായിരിക്കുന്നത്? നെഗറ്റീവ് എക്സ് ആയിരിക്കുന്നത്. സിമിലർലി കോസ് 3π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്ര വരും? നെഗറ്റീവ് സൈൻ എക്സ്. എന്തുകൊണ്ട്? 3π/2 ആയതുകൊണ്ട് കോസ് സൈൻ ആകും. തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇത് എന്തായിരിക്കുന്നത്? നെഗറ്റീവ് ആയിരിക്കുന്നത്. ഇഫ് നൺ ഓഫ് ദ ആംഗിൾസ് എക്സ് കോമ വൈ എക്സ് പ്ലസ് വൈ ഇസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. ശ്രദ്ധിക്കുക, കാരണം എന്തുകൊണ്ടാണ്? അവിടെ ടാൻ ഡിഫൈൻഡ് അല്ല. ടാൻ π/2 ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n+1 × π/2. ഇത് വരുന്ന ഏത് വാല്യൂ വന്നാലും എന്ത് വരില്ല? ടാൻ ഡിഫൈൻഡ് അല്ല. അങ്ങനെയാണ് ടാൻ എക്സ് പ്ലസ് വൈക്ക് വരും ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്? നൺ ഓഫ് ദ എക്സ് ആൻഡ് വൈ ഓൾഡ് മൾട്ടിപ്പിൾ ടാൻ എക്സ് പ്ലസ് വൈക്ക് വരും സൈൻ എക്സ് പ്ലസ് വൈ ബൈ കോസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. സൈൻ എക്സ് പ്ലസ് വൈ എത്രയാണ്? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. കോസ് എക്സ് പ്ലസ് വൈ എത്രയാണ്? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അടുത്തത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ കോസ് എക്സ് കോസ് വൈ വെച്ച് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. കോസ് എക്സ് കോസ് വൈ കോസ് എക്സ് കോസ് വൈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്തു. കോസ് എക്സ് കോസ് വൈ കോസ് എക്സ് കോസ് എക്സ് കോസ് വൈ. ഓക്കെ, എങ്ങനെയായിരിക്കും അത് സിംപ്ലിഫൈ ചെയ്ത് പോകുന്നത് നോക്കുക. ഈ കോസ് വൈയും കൂടെ കട്ട് ചെയ്ത് പോകും. കോസ് വൈയും കൂടെ കട്ട് ചെയ്ത് പോകും. ഈ കോസ് എക്സും കൂടെ കട്ട് ചെയ്ത് പോകും. ഈ കോസ് എക്സും കോസ് വൈയും കൂടെ കട്ട് ചെയ്ത് പോകും. ഓക്കെ, നൗ ഇനി ശ്രദ്ധിക്കുക. ഈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ഈ ടാൻ എക്സ് ആയിരിക്കുന്നത്. ഈ സൈൻ വൈ ബൈ കോസ് വൈ ആണ് ഈ ടാൻ വൈ ആയിരിക്കുന്നത്. ഈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ഈ ടാൻ എക്സ് ആയിരിക്കുന്നത്. ഈ സൈൻ വൈ ബൈ കോസ് വൈ ആണ് ഈ ടാൻ വൈ ആയിരിക്കുന്നത്. അപ്പോൾ ടാൻ എക്സ് പ്ലസ് ടാൻ വൈക്ക് വരും ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ എന്നുള്ളൊരു ഫോർമുല ഉപയോഗിക്കും. ടാൻ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ എക്സ് മൈനസ് ടാൻ വൈ ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. എങ്ങനെയായിരിക്കും? റീപ്ലേസ് വൈക്ക് ഒരു മൈനസ് വൈ എന്നിട്ട് കൊടുക്കുക. സോ ടാൻ എക്സ് മൈനസ് വൈക്ക് ടാൻ എക്സ് പ്ലസ് മൈനസ് വൈ എന്ന് കൊടുക്കുക. സോ ടാൻ എക്സ് പ്ലസ് ടാൻ മൈനസ് വൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ വരും. ടാൻ മൈനസ് വൈ മൈനസ് ടാൻ വൈ ആണ്. പഴയ പോലെ സൈൻ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. ടാൻ മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ വൈ. അതെന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? അത് സൈൻ മൈനസ് വൈ കോസ് മൈനസ് വൈ എന്ന് വരും. സൈൻ മൈനസ് വൈ മൈനസ് സൈൻ വൈ ആണ്. കോസ് മൈനസ് വൈ കോസ് വൈ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് മൈനസ് ടാൻ വൈ എന്ന് കിട്ടും. ഈ ഒരു ഫോർമുല കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? കോട്ട് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല എന്താണ്? നൺ ഓഫ് ദ ആംഗിൾസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് പൈ. അതായത് എക്സ് പ്ലസ് വൈ നോട്ട് ഈക്വൽ ടു എൻ പൈ ആണെങ്കിൽ കോട്ട് എക്സ് പ്ലസ് വൈക്ക് വരും കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ് എന്ന് എനിക്ക് എഴുതാം. അടുത്ത
കോട്ട് എക്സ് പ്ലസ് വൈക്ക് വരും കോസ് എക്സ് പ്ലസ് വൈ ബൈ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് എഴുതുക. അതുപോലെ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ബൈ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ എന്ന് എഴുതുക. എക്സ്പാൻഡ് ചെയ്യുക. കോസ് എക്സ് പ്ലസ് വൈ എക്സ്പാൻഡ് ചെയ്യുക, സൈൻ എക്സ് പ്ലസ് വൈ എക്സ്പാൻഡ് ചെയ്യുക. ന്യൂമിനേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സൈൻ എക്സ് സൈൻ വൈ വെച്ച് ഡിവൈഡ് ചെയ്യുക. പഴയ പോലെ തന്നെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. അങ്ങനെ കോട്ട് എക്സ് മൈനസ് വൈ എന്ത് ചെയ്യുക, വൈക്ക് പകരം മൈനസ് വൈ എന്ന് റീപ്ലേസ് ചെയ്യുക. കോട്ട് എക്സ് കോട്ട് വൈ പ്ലസ് 1 ബൈ കോട്ട് വൈ മൈനസ് കോട്ട് എക്സ് എന്നുള്ളത് എന്ത് കിട്ടും, എക്സ്പ്രഷൻ കിട്ടും. പ്രൊവൈഡഡ് എന്താണ്, എക്സ് മൈനസ് വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പൈ, എന്താണ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് പൈ, അതായത് എക്സ് മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എൻ പൈ. വിത്ത് മൈനസ് വൈ നമുക്ക് ഈ കാണുന്നൊരു റിസൾട്ട് കിട്ടും. അടുത്ത 14th ഫോർമുല. കോസ് 2x എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം, അല്ലെ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതാം, അല്ലെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം, അല്ലെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, എങ്ങനെയാണ് ഇത് വരുന്നത്? കോസ് എക്സ് പ്ലസ് വൈ കഴിഞ്ഞാൽ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ ബൈ ആണ്. കോസ് 2xന് പകരം നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വൈയെയും കൂടെ എക്സ് ആയിട്ട് റീപ്ലേസ്. അപ്പോൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. സോ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അടുത്ത നമുക്കറിയാം എന്താണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. സോ സൈൻ സ്ക്വയർ, ഈ ഒരു സൈൻ സ്ക്വയർ എക്സിനായിട്ട് എന്തെന്ന് എഴുതാം, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്ത് എഴുതാം. സൈൻ സ്ക്വയർ എക്സിനായിട്ട് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്, അതിനെ റീഅറേഞ്ച് ചെയ്താൽ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അടുത്തത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അതിൽ ആ കോസ് സ്ക്വയർ എക്സിന് വരും എന്തെന്ന് റീപ്ലേസ് ചെയ്യുക, ഈ കോസ് സ്ക്വയർ എക്സിന് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, കോസ് 2x എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. എന്നിട്ട് ന്യൂമിനേറ്ററിനും ഡിനോമിനേറ്ററിനെയും കോസ് സ്ക്വയർ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് കോസ് സ്ക്വയർ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. സിംപ്ലിഫൈ ചെയ്യുക. ഈ കോസ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എക്സ് എന്താകും, 1 ആകും. ഈ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്താകും, ടാൻ സ്ക്വയർ എക്സ് ആകും. ഈ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ആണ് ടാൻ സ്ക്വയർ എക്സ് ആണ്. ഈ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ആണ് ടാൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ കോസ് 2xന് വരെ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രൊവൈഡഡ് എക്സ് നോട്ട് ഈക്വൽ ടു n പൈ പ്ലസ് പൈ ബൈ 2.